ഇമാം മഹ്ദി വന്നാൽ ആദ്യം ഇമാം മഹ്ദിക്കെതിരെ യുദ്ധം ചെയ്യുക വഹാബികളായിരിക്കും. ഇന്നത്തെ സലഫികൾ വഹാബികൾ. നിങ്ങൾ എഴുതിച്ചോളൂ. ഇമാം മഹ്ദി വന്നാൽ ഇമാം മഹ്ദിക്കെതിരെ നിൽക്കുക ആരായിരിക്കും? ഈ വഹാബികൾ യുദ്ധം ചെയ്യും. സുമൂജയായ കുറച്ച് മൗലവിമാരുണ്ട്, ഒരു എതിരെ ഫത്വയും കൊടുക്കും. സുമൂജ മൗലവിമാരെ എണ്ണഞ്ഞ് കൂടും. അവർ സുന്നിയാണ്, മുജാഹിദുമാണ്, ജമാഅത്തുമാണ്. സുമൂജകള് എല്ലാ പ്രധാനപ്പെട്ട നല്ലൂരിലുള്ള കസേരകളും ഇനി സുമൂജകൾ കൈയടക്കും. ഒരു സുന്നിയാണ്, ഒരു പിൻവാതിലൂടെ മുജാഹിദും ജമാഅത്തും സൗകര്യം ചെയ്തു കൊടുക്കും. ഇതാണ് സുമൂജകള്. അപ്പൊ ഈ ഒരു ജനതക്ക് ഇങ്ങനത്തെ മഹാന്മാരെ മനസ്സിലാക്കാൻ കഴിയില്ല. താരീഖ് ഒരു വ്യക്തിയുടെ നിലപാടാ, ഫിഖ് കർമ്മ. താരീഖ് ഒരു വ്യക്തിയുടെ നിലപാടാ. അതാണ് സിറാത്തുൽ അൻഅംത. അതെങ്ങാനും നാശായി പോയ ആ കുട്ടി അങ്ങനെ നന്നാകുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യമായ തുർക്കി പോലും അദ്ദേഹത്തിനെതിരായി. കാരണം ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 1990 വരെ ഒരു 3/4 നൂറ്റാണ്ട് കാലം ഇവിടെ ഭരിച്ചതാരാ? അത്താതുർക്കിന്റെ ആളുകൾ. അവരാരാ? മുസ്ലിമാണോ എന്ന് പറയാൻ പറ്റൂല. ഒരു പെണ്ണ് തലയിൽ തട്ടട്ടാൽ അവർക്ക് സർക്കാർ ആനുകൂല്യം കൊടുക്കൂല. ഇതാണ് അത്താതുർക്ക്. അയാളെങ്ങനെ ഈ സുന്നിയെ പ്രൊമോട്ട് ചെയ്യും? ഇയാൾക്ക് അനുകൂലമായ എല്ലാ ചരിത്രങ്ങളും രേഖകളും തിരുത്തി ആര്? അത്താതുർക്കിന്റെ ആളുകൾ. തുർക്കിയിലെ അത്താതുർക്കുകാരും പിന്നെ മോഡേണിസ്റ്റുകളും ബ്രിട്ടീഷുകാരും ഓറിയന്റലിസ്റ്റുകളെ പറയേണ്ട ഒരു അതിനായിട്ട് അടക്കാണ്. ഇയാൾ അക്രമിയാക്കിയാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഈ അത്താതുർക്കാണ് ലോകത്തെ അറബി അല്ലാത്ത ഭാഷയിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ഹുതുബോധിച്ചത്. ഇയാളാണ് ചരിത്രത്തിൽ ആദ്യമായി ബാങ്ക് തുർക്കി ഭാഷയിലാക്കിയത്. തുർക്കി ഭാഷ ബാങ്ക് കൊടുത്താൽ മതി. തുർക്കി ഭാഷ. അറബിയുടെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കി. അത് പടർന്നിട്ടുണ്ട്. കേരളത്തിലുണ്ടല്ലോ, മലയാളത്തിൽ ഫാത്തിഹ നിസ്കരിക്കണം വഹാബികളുണ്ട് കേരളത്തിൽ. അവർക്ക് മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ മലയാളത്തിൽ പറയണത്രേ. അപ്പൊ അത് മുസ്തഫ അത്താതുർക്ക് ഉദ്ഘാടനം ചെയ്താണ്. പടർന്നിട്ടുണ്ട് ലോകത്താകെ ഇന്ന്. ഈ ഒരു അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുപോടുക ബാങ്ക് കൊടുക്കുക, അതിന്റെ പിതാവാര മുസ്തഫ അത്താതുർക്ക്. ഈ മുസ്തഫ അത്താതുർക്ക് ആളുകളാണ് ബ്രിട്ടീഷുകാരെ കൂടെ ചേർന്ന് പുറത്താക്കിയത്. ആരെ? അബ്ദുൽ ഹമീദ് രണ്ടാമനെ. പിന്നെ അദ്ദേഹത്തിന്റെ മാത്രം എങ്ങനെ എഴുതുമോ? സ്വന്തം രാജ്യം അദ്ദേഹത്തെ വിസ്മരിച്ചു. സ്വന്തം രാജ്യം വിസ്മരിച്ചപ്പോൾ ജനങ്ങൾ, ലോകത്തെ ഏതൊരാളുകൾക്കും അയാൾക്കെതിരാകാൻ എളുപ്പമായി. ഇപ്പൊ റഹ്മത്തുള്ളാ ഖാസിമിയെ പറ്റി ഒരു മനുഷ്യൻ എഴുതുകയാണെങ്കിൽ ഇന്ത്യക്കാരനല്ല എഴുതേണ്ടത്. ഇന്ത്യക്കാരൻ തന്നെ മോശം എഴുതിയാൽ പിന്നെ വേറൊരാൾക്ക് നല്ലത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ആർക്ക് പ്രൂഫ് എടുത്ത അയാളെ സ്വന്തം നാട്ടിൽ എഴുതിയത്. പിന്നെ ആദർശബന്ധം എന്ന പേരിൽ അത് ചെയ്യേണ്ടതല്ല ലോകത്തെ സുന്നികൾ. സുന്നികൾ മറ്റു രാജ്യങ്ങളിൽ ചെയ്യൂല. കാരണം പിന്നെ ബ്രിട്ടീഷുകാരെ പേടിച്ച് ആ രാജ്യങ്ങളിൽ ചെയ്യാൻ അവിടുത്തെ ഭരണാധികാരികൾ പണ്ഡിതന്മാർ സമ്മതിക്കൂല. പിന്നെ ചെയ്യേണ്ടത് ഇന്ത്യ പോലത്തെ രാജ്യത്താണ്. ആ രാജ്യത്തെ ആദ്യ കാലഘട്ടത്തിൽ വഹാബിസത്തിന്റെ പൈശാചികമായ കടന്നുകയറ്റത്തിന് എതിരെ യുദ്ധം ചെയ്യേണ്ട കാലമായിരുന്നു. ഇന്നാണ് പിന്നെ അതിന്റെ ഒരു മുക്തമായ ഒരു കാലഘട്ടം. ഇന്നിപ്പോ നമ്മൾ അവരെ കൂടെ കൂടിയാൽ തിരക്കില്ല എന്നുള്ളത് തെറ്റും ചെയ്തു. പിന്നെ ഇങ്ങനെ ചരിത്രം പുറത്തു വരിക. ഇതൊക്കെ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വിഷയത്തിലെ ഏറ്റവും നല്ല രചനയാണ് ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തിട്ടുള്ളത്. അദ്ദേഹം 1849 ഫലസ്തീനിൽ ജനിച്ച മഹാനാണ്. 1849 ഉസ്മാനിയത്തിന്റെ നല്ലൊരു കാലഘട്ടത്തിൽ, അഥവാ അബ്ദുൽ മജീദ് രാജാവിന്റെ കാലത്ത് ഇതെല്ലാം കണ്ട ആളാണ് അദ്ദേഹം. 1930 അദ്ദേഹം ബൈറൂത്തിൽ വഫാത്തായി. 1849 ഫലസ്തീനിലെ ഹൈഫയിൽ ആണ് ജനിക്കുന്നത്. ആര്? അല്ലാമ യൂസുഫ് നബഹാനി. ആധുനികതയുടെ ഒരു ഇബ്നു ഹജർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ സുന്നികൾ വിശേഷിപ്പിക്കും. അത്രയും വലിയ പണ്ഡിതനാണ്. ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം ഖാളിയായിരുന്നു. ബെയ്റൂത്തിൽ ഖാളിയായിട്ടുണ്ട്, ജെറൂസലമിൽ ഖാളിയായിട്ടുണ്ട്, ഡമാസ്കസിൽ ഖാളിയായിട്ടുണ്ട്. ഖാളിയാണ് നിങ്ങൾ വിചാരിച്ച് ഒന്നുമില്ലാത്ത ഖാളിയല്ല, ചീഫ് ജഡ്ജി. നമ്മളെ ഇന്നത്തെ പള്ളിയിലെ ഖാളി എന്ന് വിചാരിക്കും. അത് തെറ്റായിട്ടല്ല, ശരിക്കും അധികാരമല്ല. അത് അധികാരമല്ല ഖാളി. വലിയ അധികാരിയായ ഖാളി, വലിയ പണ്ഡിതൻ, സ്വതന്ത്രമായി രചന നടത്താൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇസ്തംബൂളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കിതാബുകൾ പകർത്തി എഴുതുമ്പോൾ ആദ്യത്തെ അസർ ഷരീഫിൽ നിന്ന് 23-ാമത്തെ വയസ്സിൽ വലിയ മുഹദ്ദിസും ഫഖീഹുമായി പുറത്തിറങ്ങാണ്. 1872 അസർ ഷരീഫ് ഇറങ്ങുന്നത്. അന്നത്തെ അസറിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ മശായിഖന്മാരാണ്. ഫലസ്തീനിൽ നിന്നാണ് ത്വരീഖത്ത് സ്വീകരിച്ചത്, ഖാദിരിയ. വേറെയും ത്വരീഖത്തുകളുണ്ട്. പിന്നെ അദ്ദേഹം കിതാബുകൾ പകർത്തിയെടുത്ത കിതാബുകൾ തെറ്റുനോക്കുന്ന പണിയിലാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നെ അദ്ദേഹം എന്തായി? പിന്നെ ഡമാസ്കസിൽ ഖാളിയായി. മുസൂൾ എന്ന മുസൂൾ ഖാളിയായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഫലസ്തീനിൽ ഖാളിയായിട്ടുണ്ട്, ജെറൂസലമിൽ, ബൈറൂത്തിൽ ഖാളിയായിട്ടുണ്ട്. 1930 1849 ജനിച്ച ഈ മഹാൻ, ഇതാണ് ഈ പ്രശ്നത്തിന്റെ കാലഘട്ടം. അതെല്ലാം കണ്ട് ഖിലാഫത്തും കഴിഞ്ഞിട്ടാണ് ഈ മഹാൻ വഫാത്താവുന്നത്. 1918 അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ വഫാത്ത്. എത്ര? 1918 ഒമ്പതിൽ നാട് കടത്തി ഗ്രീസിലേക്ക്. പിന്നെ 1918 ഒന്നാം ലോകമായിട്ടും അതിന്റെ കെടുതികളൊക്കെ കണ്ടിട്ടാ ഭരിക്കണത്. പുറത്താക്കപ്പെട്ട ആൾ
അത് കഴിഞ്ഞ് പിന്നെയും 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂസുഫ് നബഹാനി വഫാത്താവുന്നത്. അപ്പൊ എല്ലാം കണ്ട ആളാണ് ഈ ചരിത്രകാരൻ, കേട്ട ആളല്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരാളാണ് യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി. അവസാനത്തെ ഭരണാധികാരി മുദക്കിറാത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് താനി ആഖിർ സലാത്തിൻ ഉസ്മാനിൽ കിബാർ. ആഖിർ സലാത്തിൻ, അവസാനത്തെ സുൽത്താൻ, അവസാനത്തെ ഖലീഫ. അതിനുശേഷം ബ്രിട്ടീഷുകാർ ആ സ്ഥാനത്തിരുത്തിയ 1-2 റബ്ബർ സ്റ്റാമ്പുകളുണ്ട്, ഒരിക്കലും വിലയില്ല. ഇറാഖില് സദ്ദാം ഹുസൈന് ശേഷം, അയാൾ നന്മയും തിന്മയല്ലേ ഞാൻ പറയണത്, അയാൾക്ക് ശേഷം അമേരിക്ക കുടിയിരുത്തിയ ചില ആളുകളുണ്ട്, അവർക്കൊരു വിലയില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? അവർക്ക് എന്ത് വിലയുള്ളത് എന്നതുപോലെ അവസാനത്തെ ഖലീഫ എന്ന് പറഞ്ഞാൽ അത് 34ാമത്തെ ഖലീഫയാണ് എന്ന് ആര് പറഞ്ഞു? ജലാലുദ്ദീൻ റൂമി പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി. നീയും നിനക്ക് ശേഷം 33 എന്നാണ് ഉസ്മാനോട് പറഞ്ഞത്. 34ാമത്തെ ഖലീഫയാണ് ആര്? മഹാനായ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഉസ്മാനിൽ നിന്ന് എണ്ണിയാൽ ഉസ്മാൻ ഒന്നാമൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൽ നിന്ന് എണ്ണിയാൽ 34ാമത്തെ കൃത്യം ഖലീഫയാണ് ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. എന്താണ് അദ്ദേഹത്തെ പറ്റി ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബഹാനി, അദ്ദേഹം സുന്നികൾക്ക് അത്രയും വലിയ നേതാവാണ്. എന്താ അദ്ദേഹം പറയുന്നത് എന്ന് നോക്കി. അമ്മാ ബഅദ് ഫഇന്നി ബഅദ അൻ ജമാഅത്തുൽ അഹാദിത്ത് അൽ അർബഈന ഫീ വജ്ബി തആത്തി അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് നേതാക്കന്മാർക്ക് വഴിപ്പെടണം എന്ന വിഷയത്തിൽ ഞാൻ 40 ഹദീസ് റസൂലുള്ളാഹിന്റെ ഒരുമിച്ച് കൂട്ടിയിട്ട് അൽഹഖ്തു, അതിലേക്ക് ഞാൻ ചേർത്ത് വെക്കുകയാണ്. ആരെ? ഈ കാലത്താണ് അദ്ദേഹം ഈ കിതാബ് എഴുതുന്നത്. അതായത് മുസ്ലിങ്ങൾ തന്നെ ഖലീഫക്കെതിരായ കാലത്ത് 40 ഹദീസ് ഒരുമിച്ച് കൂടി. ഏത് 40 ഹദീസ്? പല നിലക്കുള്ള 40 ഹദീസ് പല ഇമാമികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 40 ഹദീസ് തന്നെ എല്ലാ ഏകദേശ ഇമാമികൾക്കൊക്കെ ഉണ്ട്. 40 ഹദീസ് ഒരുമിച്ച് കൂട്ടി 2 രചന നടത്തിയാൽ അവർക്ക് പരലോകത്ത് പ്രത്യേക പദവി ഉണ്ടാവുന്ന മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഏകദേശ ഇമാമിങ്ങളൊക്കെ ഈ 40 ഹദീസ് ഒരുമിച്ച് കൂടി, നബി ഇമാം അടക്കം. യൂസുഫ് നബി തങ്ങള് ഓരോ കാലത്ത് അതാത് കാലത്തെ വിഷയത്തിലാണ് അവർ 40 ഒരുമിച്ച് കൂട്ടിയത്. യൂസുഫ് നബി റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് ജനങ്ങൾ സുന്നികൾ തന്നെ, മുസ്ലിങ്ങൾ തന്നെ, സുന്നികൾ തന്നെ ഖലീഫക്ക് എതിര് പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഖലീഫക്ക് വഴിപ്പെടണം എന്ന വിഷയത്തിലുള്ള 40 ഹദീസ് ക്രോഡീകരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് 2 കാര്യമുണ്ട്. ഒന്നുണ്ട് 40 ക്രോഡീകരിക്കലായി, 2 ഖലീഫക്ക് വഴിപ്പെടണം എന്ന റസൂലുള്ളാഹിന്റെ കൽപ്പന പുറത്തുകൊണ്ടില്ലായി. ആ ഹദീസുകൾ ഞാൻ ക്രോഡീകരിച്ചു. എന്നിട്ട് വൽഹഖ്തു ബിഹാ, അതിലേക്ക് ഞാൻ ചേർത്ത് വെച്ചു ബിഹാദിഹി റിസാല അൽ വജിദത്തുൽ ഫായിഖ, ഈ ഉന്നതമായ ഈ ഒരു റിസാലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് വെച്ചതാണ്. സമ്മൈതുഹ, ഞാൻ അതിന് പേര് വെച്ചു ഖുലാസത്തുൽ ബയാനി ഫി ബഅദി മആസിരി മൗലാന സുൽത്താൻ അബ്ദുൽ ഹമീദ് സാനി വഅജ്ദാദിഹി ആലി ഉസ്മാൻ എന്ന് ഞാൻ പേര് വെച്ചു ആ റിസാലക്ക്. വഖദ് അജ്മൽതു ബിൽ ബയാന അൻ ബഅദി ഫളാഇൽ ആലി ഉസ്മാൻ, ഉസ്മാനി ഖബീലയിലെ ഉസ്മാനികളുടെ ചില ശ്രേഷ്ഠതകൾ ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട്. സ്വലാത്തിൻ ഇസ്ലാമി മുസ്ലിമീൻ, സുൽത്താൻമാരാണ് അവർ. വഹ്മാത്തി ദുനിയ വദ്ദീൻ, ദീനും ദുനിയാവും സംരക്ഷിച്ചവരാണ്. മനസ്സിലായില്ലേ? ഉമ്മത്തിന്റെ ദീനും ദുനിയാവും സംരക്ഷിച്ചു കൊടുത്തവരാണ് അവര്. അവരടിയിൽ ഞാൻ പ്രത്യേകമായി എഴുതി വാരിസി മുൽക്കിഹിം വദുറത്തി സിൽക്കിഹിം, അതായത് അവരുടെ അധികാരത്തിന്റെ ഒരു അനന്തരാവകാശി, ആ നൂലിലെ ഒരു മനോഹരമായ രത്നം, ഉസ്മാനിയ നൂലിലെ മനോഹരമായ രത്നം. ഇത് ഞാനല്ല ഉട്ടിയെ പറയണത്, ഇത് യൂസുഫ് നബഹാനി തങ്ങളാണ്. മുജദ്ദിദ് ദൗലത്തിയും, ആ ദൗലത്തിന്റെ ഒരു മുജദ്ദിദ്, വലിയ പരിഷ്കർത്താവ്. മുഹദ്ദിദ് ശൗക്കത്തി അൽ ഖവിയ്യ, അതിന്റെ ശക്തിയെ അതിശക്തമാക്കിയ, അതിന്റെ ഖുവ്വത്ത് കൂട്ടിയ ആള്. ഖലീഫത്തില്ലാഹി, ഭൂമിയിലെ അള്ളാന്റെ ഖലീഫ. ഇത് ഞാനല്ല. ഈ മനുഷ്യൻ ക്രൂരനാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയ എഴുതിയത്. അതാണ് സുന്നികൾ പഠിപ്പിക്കുന്നത്. ഖലീഫത്തില്ലാഹി ഫി അർദിഹി, അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ ഖലീഫയാണ് ഈ മഹാൻ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഫളായിൽ എഴുതുകയാണ്. അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ വനായിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഉമ്മത്തിഹി, ഈ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പകരക്കാരൻ. വനായിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഉമ്മത്തിഹി, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പകരക്കാരൻ. വനായിബ് റസൂലില്ലാഹ്, ആരാണ് ഇയാൾ? സയ്യിദുനാ വ മൗലാന സുൽത്താനുൽ അഅ്ളം അമീറുൽ മുഅ്മിനീൻ السلطان الغازي عبد الحميد ابن السلطان الغازي عبد المجيد ابن السلطان الغازي محمود രണ്ടാമന്റെ മകനായ അബ്ദുൽ മജീദ് എന്നവരുടെ മകനായ അബ്ദുൽ ഹമീദ്. സലീം മൂന്നാമനെ മുസ്ലിം ആംഗണങ്ങൾക്ക് അപ്പുറാണെന്ന് പറഞ്ഞ് വഹാബികൾ കത്തയച്ചതിന് ശേഷം പിന്നെ അധികാരം ഏറ്റെടുത്ത മഹാനാണ് ആര്? മഹമ്മൂദ് രണ്ടാമൻ. പുനർനിർമ്മാണമൊക്കെ നടത്തി അവർ പൊളിച്ച മക്ബറകളും ഖദീജയുടെ വീടും എല്ലാം തിരിച്ചു പണിതതാരാണ്? മഹമ്മൂദ് രണ്ടാമനാണ്. അതിനുശേഷം പിന്നെ അധികാരം ഏറ്റെടുത്തത് വലിയ മഹാനായ അബ്ദുൽ മജീദ് എന്നവരാണ്. അവർ മദീന പള്ളി പുനർനിർമ്മിക്കുകയും ഒരുപാട് അറ്റല്ലാത്ത
അത്യല്ലാത്ത നന്മ ചെയ്തിട്ടുണ്ട് അബ്ദുൽ മജീദ്. മക്കയും മദീനയും സംരക്ഷിക്കുന്നവരിൽ ഉസ്മാനി ഖലീഫമാരിൽ ഏറെ വേറിട്ട ഒരാളാണ് ആര്? അബ്ദുൽ മജീദ് എന്നവര് റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവരെ ദർജയേറ്റി കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ് പറഞ്ഞാൽ അള്ളാഹുവരെ ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹുവരെ ദർജയേറ്റി കൊടുക്കട്ടെ. ഞാനല്ലത് പറയുന്നത്, ഇത് അല്ലാമ യൂസുഫ് നബിയാനിയാണ്. എനിക്ക് മഹാനായ യൂസുഫ് നബിയാനി നിറഞ്ഞ സുന്നി നേതാവാണ്. സമസ്തക്കും അങ്ങനെ തന്നെയാണ്. അല്ലാമ യൂസുഫ് നബിയാനിയെ ഇന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ നൂറുകണക്കിന് വേദികളിൽ ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും വലിയ ആളാണ് ആര്? അല്ലാമ യൂസുഫ് നബിയാനി. അദ്ദേഹത്തിന്റെ മശായിഖന്മാരിൽ ഒരാൾ കേരളക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വളരെ ബന്ധമുള്ള മഹാനാണ് ഇദ്ദേഹം. അവരാണിത് പറയുന്നത്. ഖലീഫത്തുല്ലാഹി ഫി അർളിഹി, ഭൂമിയിൽ അള്ളാന്റെ ഖലീഫയായിരുന്നു ആര്? അള്ളാന്റെ ഖലീഫയായിരുന്നു ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമൻ. നായിബ് റസൂലില്ല, അള്ളാന്റെ ഹബീബിന്റെ പകരക്കാരൻ ഫി ഉമ്മത്തി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തില്. ഇത് പറയുന്നത് ആരാ? അല്ലാമ യൂസുഫ് നബഹാനി. അദാമല്ലാഹു ഫഖ്റഹു, അവരെ പ്രൗഢി അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിപ്പുണ്ട് ആര്? കണ്ടെഴുതിയ ചരിത്രം കേട്ടെഴുതിയതല്ല. അയാളെ ബാപ്പാന്റെ കാലത്താണ് ഇവർ ജനിക്കുന്നത്. ബാപ്പാന്റെ കാലത്തല്ല, മഹമൂദ് രണ്ടാമൻ വല്യാപ്പന്റെ കാലത്ത്. പിന്നീട് അബ്ദുൽ ഹമീദ് രണ്ടാമൻ കൂടി മരിച്ചിട്ടാണ് മരിക്കുന്നത് ആര്? യൂസുഫ് നബഹാനി. അപ്പൊ കണ്ടെഴുതിയ ചരിത്രം അത്. അദ്ദേഹത്തിന്റെ ശത്രുക്കളെ അള്ളാഹു ദുർബലരാകട്ടെ. അദ്ദേഹത്തിന്റെ സഹായത്തെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കട്ടെ. ഇസ്ലാമിയ, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അള്ളാഹു അദ്ദേഹത്തെ നിലനിർത്തി കൊടുക്കട്ടെ. ഹിസ്നഹൽ ഹസീൻ, അദ്ദേഹത്തിന് ഏറ്റവും ശക്തി ദുർഗമായ കോട്ടകളെ അപ്പോൾ പുറത്താക്കുന്നതിന് മുമ്പാണ് എഴുതിയത്. ഒരു ദൗലത്തിൽ അലിയ, ഈ ഉന്നതമായ രാഷ്ട്രത്തിന് ഭരണകൂടത്തിന് അള്ളാഹു തആല ഉസ്മാനിയ ഭരണകൂടം അള്ളാഹു വലിയ മഹത്വം ചെയ്തു. അപ്പൊ അവിടെ രണ്ടാള് അപ്പുറപ്പുറമുണ്ട്. തുടങ്ങിയപ്പോഴായിരുന്നു ആര്? ജലാലുദ്ദീൻ ഉമ്മി. തീരുന്ന കാലത്ത് ആർക്കാണ് ആര്? യൂസുഫ് നബഹാനി. ഔലിയാക്കന്മാർ അപ്പുറത്തുണ്ട്. ഔലിയാക്കന്മാരിതാണിത്. അപ്പൊ വാപ്പികളെ എതിർപ്പ് ഉറപ്പാണ്, സൂജാമോളെ എതിർപ്പ് ഉറപ്പാണ്. കവിതയായിട്ട് വരി, പിന്നെയും കുറെ കവിതകളുണ്ട്, ഞാൻ വായിക്കുന്നില്ല, നീണ്ടു. യാഫത്ത് കുടുംബത്തിലെ മക്കളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മഹാനാണ് ഇത്. യാഫത്ത് കുടുംബം എന്ന് പറയാൻ കാരണം അവരെവിടുന്ന വരുന്നത്? അവര് റഷ്യയിലുള്ളത് യാഫത്ത് കുടുംബമാണല്ലോ. അതാണ് പറഞ്ഞത്. ഏത് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വന്നാലും നമ്മളുടെ അഭയസ്ഥാനമാണ് ഈ മഹാൻ. അങ്ങനത്തെ മഹാനാണ് ആര്? അബ്ദുൽ ഹമീദ് സാനി റളിയല്ലാഹു അൻഹു. വഅലം, മനുഷ്യ നീ അറിയുക, അന്ന സുൽത്താൻ അളീമ ഷൈനി, ഏറ്റവും മഹാകാര്യമുള്ള ഒരു സുൽത്താൻ, സുൽത്താനുൽ വഹീദ്, അദ്ദേഹം ഏകനായ സുൽത്താനാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അന്ന ഹാദ സുൽത്താൻ അൽ അളീമ ഷൈനി, ഈ മഹത്വമുള്ള ഈ ഒരു സുൽത്താൻ, സുൽത്താനുൽ വഹീദുൽ അഹ്ലി തൗഹീദ്, തൗഹീദിന്റെ ആളുകൾക്ക് ഏറ്റവും വലിയ ഒരൊറ്റയിട്ട നേതാവാണ്. അന്ന് തൗഹീദിനെ സഹായിച്ച് ഭൂമിയിൽ ഇങ്ങനെ രാജാവില്ല. സുൽത്താനുൽ വഹീദ് ലി അഹ്ലി തൗഹീദ്, തൗഹീദിന്റെ ആളുകൾക്ക് ഏകനായ മഹാനാണ്, ഒരു രാജാവാണ്. അന്ന് അദ്ദേഹമുള്ള ആളുകളൊക്കെ പള്ള നിറക്കാൻ നോക്കിയതാണ്. അന്ന് മുസ്ലിം നാമധാരികൾ ലോകത്തുണ്ട്. അവരെ ചാടി നിറക്കാനാണ് നോക്കിയത്. അതേ സമയത്ത് ഈ മനുഷ്യൻ അങ്ങനെയല്ല. ഈ മനുഷ്യൻ ദാനം ചെയ്ത് ദരിദ്രനാവുക. ഇജാസ് റെയിൽവേയൊക്കെ ഖജനാവിന് എടുക്കേണ്ട സ്വന്തം ഫണ്ടാ. ഞാൻ കാണിച്ചാൽ ഇജാസ് റെയിൽവേ കൽപ്പൂട്ടാണ്. ഇന്ന് പോലും ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വാസമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ് അദ്ദേഹം സഹായിയാക്കിയവരൊക്കെ സഹായിയാക്കുക, അദ്ദേഹം ശത്രുവാക്കിയവരൊക്കെ ശത്രുവാക്കൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. ഇത് യൂസുഫ് നബി തങ്ങൾ പറയാണ്, നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്നു, അപ്പൊ നമുക്ക് നിർബന്ധമാണ്. അബ്ദുൽ ഹമീദ് രാജാവ് സഹായിയാക്കിയവരെ സഹായിയാക്കുക, അബ്ദുൽ ഹമീദ് രാജാവ് ശത്രുവാക്കിയവരെ ശത്രുവാക്കുക. അബ്ദുൽ ഹമീദ് ശത്രുവാക്കിയ ആരാളാ? വഹാബികളെ, നമ്മുടെ ശത്രുക്കളാണ് എന്ന് എഴുതിയ യൂസുഫ് നബഹാനിയാണ്. ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അദ്ദേഹത്തെ എതിർത്തത് വഹാബികളും മോഡേണിസ്റ്റുകളാണ്. മറ്റൊക്കെ സുന്നി ഭരണാധികാരികൾക്ക് വ്യക്തിപരമായ പള്ള നിറക്കാനുള്ള താല്പര്യം നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഒരു പ്രസ്ഥാനമല്ല, ഭരണാധികാരികൾക്ക് സ്വയം ആളാകാൻ വേണ്ടിയുള്ള കളി. ലിവുജൂഹിൻ, ഒരുപാട് കാരണത്താൽ അദ്ദേഹത്തെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. അദ്ദേഹത്തെ സഹായികളെ സഹായിയാക്കി വയ്ക്കൽ നമുക്ക് നിർബന്ധമാണ്. അദ്ദേഹത്തിന്റെ ശത്രുവിനെ ശത്രുവായി കണക്കാക്കൽ നമുക്ക് നിർബന്ധമാണ്. ലിവുജൂഹിൻ, പല കാരണത്താൽ. അല്ല ഓലും ഒന്നാമത്തെ കാരണം കൗനുഹു അമീർ അൽ മുഅ്മിനീൻ, അദ്ദേഹം മുഅ്മിനീങ്ങൾക്ക് ഇന്ന് പകരം വെക്കാനില്ലാത്ത അമീറാണ്.
അതുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കൽ നമുക്ക് നിർബന്ധമാണ്. 40 ഹദീസ് ഖലീഫയെ വഴിപ്പെടൽ നിർബന്ധമാണ് എന്നതിന് എഴുതി വെച്ചിട്ട് അതിന്റെ ബാക്കിലാണ് എഴുതുന്നത്. മാത്രമല്ല വഹാമിയ ദീനിൽ മുബീൻ, വ്യക്തമായ ദീനിന്റെ വ്യക്തമായ സംരക്ഷകനാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ സഹായിക്കണം. വഖാദിമ മക്ക ഹറമില്ല വൽ മദീന ഹറമ സയ്യിദുൽ മുർസലീൻ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മദീനയും മക്കയും ആ രൂപത്തിൽ സംരക്ഷിക്കുന്ന ആളാണ് ഈ മനുഷ്യൻ. ഇന്നില്ലേ ഇന്നത്തെ കാര്യം പറയണ്ട. ഇവര് അവരൊന്ന് വായോണ്ട് എങ്ങനെ അങ്ങനെ പറയാ? ഇവര് പറഞ്ഞ ആരാ? ഇവര് ഇന്നത്തെ ഏറ്റവും വലിയ കച്ചവട സ്ഥാപനങ്ങളാ. ഹിൽട്ടൺ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അത് അമേരിക്കക്കാരത്. അവര് വിറ്റതാ. വാബിയത് എങ്ങനെ വലുപ്പത്രേ? ഉസ്മാനികൾക്കടാ നിർബന്ധം. എന്റെ ഇവർക്കും അമേരിക്കക്ക് വിറ്റൂടേനോ? വേണ്ട, ഇവർക്ക് ലോഡ്ജ് കെട്ടിക്കൂടായിരുന്നോ? ഒരു കെട്ടിടം, രാജാവിന്റെ കൊട്ടാരം വരെ എന്ത് ചെയ്യാൻ പാടില്ല? ഹറമിന്റെ കെട്ടിടത്തിന് മേലെയാകാൻ പാടില്ല. ഇന്ന് മക്കയിലെ ഏറ്റവും വലിയ കച്ചവട കെട്ടിടല്ലേ? കുതിര വിട്ട് കടന്നുറങ്ങാൻ പറ്റിയ സ്ഥലല്ലേ? അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എല്ലാ കുതിരകളിൽ നടക്കണതല്ലേ? ഇനി ഒന്ന് അതിന്റെ അവസ്ഥ എന്റെ അല്പം അദ്ദേഹത്തിന്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ അധ്വാനമാണ്. ഫി മസാലിഹി ദൗല, ഈ ദൗലത്തിന്റെ മസ്ലഹത്തിനും വൽ മില്ല, ഈ മതത്തിന്റെയും. ഹത്ത ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അന്നു അദ്ദേഹം ലാ യനാമു ഫിൽ ലൈലി, രാത്രിയിൽ ഉറങ്ങാറില്ല. ഇല്ല ഖലീലൻ, വളരെ കുറച്ചല്ലാതെ. വഹുവ ജാലിസുൻ, അതെങ്ങനെ ഉറങ്ങ? ഇരുന്നുകൊണ്ട്. മത്ത ഒലബൗന്നൗമു, ഉറക്ക് വല്ലാതെ കട്ടിപിടിയാൽ അദ്ദേഹം ഇങ്ങനെ ഒന്നിങ്ങനെ ഇരിക്കും. ബാക്കി നേരെ 24 മണിക്കൂർ ഈ മനുഷ്യൻ ഉമ്മത്ത് മുസ്ലിമത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, എന്റെ വിവരം കിട്ടിയിട്ടുണ്ട്. ബലഗനി മിനസ് സിഖാത്തി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇത് യൂസുഫ് നബാനിക്ക് മാത്രമല്ല, ഇവരെ പുറത്താക്കിയപ്പോൾ ലോകത്തെ മുസ്ലിം രാജ്യങ്ങളൊക്കെ വേദനിച്ചില്ലേ? ഖിലാഫത്തിൽ ആളുകൾ ഉണ്ടായില്ലേ? അദ്ദേഹത്തെ പുറത്താക്കിയപ്പോഴാണ്. അപ്പൊ അത്രയും വലിയ ആളാണ്. ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആര് പറയും? യൂസുഫ് നബാനി തങ്ങൾ പറയാം. മിനസ് സിഖാത്തി, ഏറ്റവും വിശ്വസ്തരിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. മിനസ് സിഖാത്തി, ധാരാളം വിശ്വസ്തരിൽ നിന്ന് ഞാൻ പഠിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? അന്നഹു, അബ്ദുൽ ഹമീദ് രണ്ടാമൻ, ലാ യനാമു ഫിൽ ലൈലി, രാത്രി ഉറങ്ങൂല. ഇല്ല ഖലീലൻ, വളരെ കുറച്ചല്ലാതെ. വഹുവ, ആ കുറഞ്ഞ ഉറക്കൽ എങ്ങനെ? ഓ ജാലിസും, അതേ ഇരിക്കും. മതാ ഒലബൗന്നൗമു, എപ്പോഴെങ്കിലും ഉറക്ക് അദ്ദേഹത്തെ വല്ലാതെ ഭരിച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പകലിന്റെ ളുഹ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരല്പം കിടക്കുള്ളൂ, രാത്രി ഉറങ്ങൂല. ഇവരൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കുടിച്ച് പൂസായി കിടക്കണവരെയാണ് മഹാനാക്കണത്. മതാ ഒലബൗന്നൗമു, എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഉറക്കൊന്ന് കൂടിയാൽ, ഉറക്ക അദ്ദേഹത്തിന് ശരീരത്തിന് അത്രയും ക്ഷീണം ബാധിച്ചാൽ ജാലിസുൻ, ഒന്നിങ്ങനെ ഇരിക്കും. ഖലീലൻ, ഒരല്പ നേരം കിടക്കൂല. പിന്നെ എപ്പോഴും ഒന്ന് കിടക്കുക. അദ്ദേഹം ഒന്ന് വിരിപ്പിൽ കിടക്കണതിൽ ലൗമി, ഉറങ്ങാൻ വേണ്ടി. ളുഹാന്റെ പകലിൽ ളുഹാൻസ്കാരം കഴിഞ്ഞ ഒരു അല്പന നടക്കും, അത്രേ ഉള്ളൂ. ഈ മഹാനാണ് ഒഴിവാക്കണത്. ആർക്ക് വേണ്ടി? ഇന്നത്തെ പുടിച്ച് പൂസായി തുണിയില്ലാതെ ഉടുപടല്ലാതെ കടപ്പുറത്ത് കൂടെ നീന്തുന്നവരെ പറ്റി. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ ഉറങ്ങാതിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഫിൽ മസാലിഹി ദൗല, ഈ രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി. വലിൽ മില്ലയു, ഈ മതത്തിന്റെയും. എന്നിട്ട് ളുഹാൻസ്കരിച്ച് ഒരല്പം കടന്നെണീക്കും. ബിൽ ഖലീൽ, കുറഞ്ഞ കിടത്തം കടന്നെണീക്കും. കുല്ലു ദാലിക വഹുവ മുസ്തഗ്രിഖുൻ ഔഖാതഹു, അദ്ദേഹത്തിന്റെ സമയത്തെ അദ്ദേഹം ചെലവഴിക്കും. ഫിൽ മസാലിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ, ഈ മനുഷ്യനെ പഠിക്കണ്ടേ എന്ന്. ബലഗനി മിനസ് സിഖാത്തി, വിശ്വസ്തരായ ധാരാളം ആളുകളിലൂടെ ഞാൻ പഠിച്ചുറപ്പിച്ചു വെച്ച പേര് അങ്ങോട്ട് പറയണത്. ആരാത് പറഞ്ഞത്? അല്ലാമ യൂസുഫ് നബാനി. എന്റെ സർവത്ത് സൗലത്ത് തേടിയത്. ഇയാൾ ക്രൂരനാണ്, ഇയാൾ സ്വേച്ഛാധിപതിയാണ്. എന്റെ സ്വേച്ഛാധിപതി എന്ന് പറയാൻ കാരണം ഇവന്റെ നമ്പുരാക്കന്മാരായ യുവതുർക്കികൾക്കോ അവരെ പൈസ കൊടുക്കുന്ന ബ്രിട്ടനോ ഭയപ്പെടൂല. ഫിൽ മസാലിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ, അത് മുസ്തഫ നബിയുടെ പേരെ കുട്ടിയാണ്. മുസ്തഫ നബിയുടെ ആ വാരിസാണ്, അനന്തരാവകാശിയാണ്. നായിബ് റസൂലില്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ നായിബാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് വെളിവായി. ളുഹൂറൻ ബയ്യിനൻ, വ്യക്തമായി വെളിവാകൽ. മിസ്താഖു ഖൗലി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സാക്ഷിപത്രം. എന്ത്? യൂശിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അക്ലത്തു ഇലാ ഖസിയാതിഹാ. ഒരു സുപ്രയിലെ വെച്ച ഭക്ഷണത്തിലേക്ക് അതിന്റെ പരിസരത്തുള്ള ആളുകൾ കൈനീട്ടി വലിച്ചു വാരി തിന്നു തീർക്കും പോലെ നിങ്ങളെ തിന്നു തീർക്കാൻ ലോകം മുഴുവനും വളയുന്ന ഒരു കാലുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞത് വെളിവായി അദ്ദേഹത്തിന്റെ കാലത്ത്. ഇതാരാ പറയണ്? ലോകം കണ്ട മുഹദ്ദിസ്. ആ മഹാനിലെ ലോകം കണ്ട ആ ജമാനിലെ ലോകം കണ്ട മുഹദ്ദിസാണ് ആര്? യൂസുഫ് നബാനിയുടെ തെളിവറിയാണ്. അസറിൽ പഠിച്ചിട്ട് പിന്നെ പോയി എവിടേക്ക്? ഡമാസ്കസിലേക്ക് ഹരി തൊടിക്കാൻ വേണ്ടി.
23-ാമത്തെ വയസ്സിൽ വലിയ ആലിമായി ഇറങ്ങിയിട്ട് പിന്നെ ഡമസ്കസിലെ അക്കാലത്തെ ലോകം കണ്ട ഒരു ആലിം ഉണ്ടായിരുന്നു ഡമസ്കസിൽ. അവിടെ പോയി അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങി. പിന്നെ ബെയ്റൂത്ത് പോയി, ബെയ്റൂത്തിലെ ആലിമീങ്ങളിൽ നിന്ന് ഹദീസിൽ ഇജാസത്ത് വാങ്ങി. അക്കാലത്തെ ലോകം കണ്ട മുഹദ്ദിസാണ് ഈ പറയുന്നത്. യൂസിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖലത്തു ഇലാ ഖസ്അതിഹാ എന്ന് പറയുന്ന ഈ ഹദീസിന്റെ സാക്ഷി വെളിവായി, അതിന്റെ സത്യം വെളിവായി. അതാ റസൂലുള്ള പറഞ്ഞത് സത്യാണ് എന്ന് വെളിവായി. ഏത് കാലത്ത്? ഈ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഭരിക്കുന്ന കാലത്ത്. എല്ലാവരും പറയാ ഇത്, എല്ലാ ദീനിന്റെ ശത്രുക്കളും ആ നേരത്തെ ഉള്ളെന്നും വരും കളിച്ചു. വഹാബികൾ ഇവർക്കെന്റെ ദീനാണ്. അബൂ ദാവൂദ് ഫീ സുനനിഹി ഫീ കിതാബിൽ മലാഹിമി വൽദാലിക നറാഹു. അതുകൊണ്ട് നാം അദ്ദേഹത്തെ കാണുന്നു. അയ്യദഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തട്ടെ. മുത്തയഖിലൻ, ഉണർന്നിരിക്കുന്നവനായിട്ട്. ഈ ശത്രുക്കൾ 4 ഭാഗത്തുനിന്നും വളർന്നത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഉണർന്നിരുന്നത് അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തിന് വേണ്ടി. പരമാവധി ഉണരൽ. മുതയഖിലൻ ഗായത്തെ തയഖുലി, അദ്ദേഹം പരമാവധി ഉണർന്നിരുന്നു. അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ പരമാവധിയും മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ. അപ്പോൾ എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് അദ്ദേഹത്തിന് സദുപദേശം, അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കുക. സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് ദ്വാരക്കണം. സംഭവം അബ്ദുൽ ഹമീദ് രണ്ടാമൻ. ഈ അബ്ദുൽ ഹമീദ് രണ്ടാമനെയാണ് ഇന്ന് ക്രൂരനാണെന്ന് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത് സുന്നി സ്ഥാപനങ്ങളിൽ വരെ. അദ്ദേഹത്തിന് ഹിദ്മത്ത് ചെയ്യൽ നിർബന്ധമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിനും സത്യസന്ധമായി അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന് വേണ്ടി അധ്വാനിക്കണം. അബ്ദുൽ ഹമീദ് രണ്ടാമന് വേണ്ടി ദുആ ചെയ്യണം. ആരുമില്ലാതെ ഒറ്റക്ക് ദുആ ഇറക്കണം. അദ്ദേഹത്തെ ശക്തിപ്പെടുത്താനും അള്ളാഹു സഹായിക്കാനും. പിന്നീട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ സൗകര്യമുള്ള ഏരിയ വായിക്കാം. ഇതിവിടെ അവസാനിപ്പിക്കാൻ ഒരുപാട് വിഷയം ഇനി പറയേണ്ടത്. എന്നിട്ട് പറയാണ്, യൂസുഫ് നബഹാനി തങ്ങൾ പറയാണ്, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അവരാരാ? സയ്യിദു താബിഈൻ. അവര് പറഞ്ഞിട്ടുണ്ട്, ലൗ കാന ലി ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന ദുആ അല്ലാഹു എനിക്ക് തന്നാൽ ലജഅൽതുഹാ ലിസ്സുൽത്താൻ, ഞാൻ അത് സുൽത്താൻ വേണ്ടി ഇറക്കും. എന്തിന്? ലിഅന്ന ഖൈറഹു, അദ്ദേഹത്തിന് ഖൈറുണ്ടായാൽ യർജിഉ ഇലാ കാഫത്തിൽ ഇസ്ലാം, അത് ഇസ്ലാമിന് മൊത്തം അനുഭവിക്കാൻ കഴിയും. അല്ലാഹു ഉത്തരം കിട്ടുന്ന ദുആ എനിക്ക് തന്നാൽ ഞാൻ എനിക്ക് വേണ്ടിയല്ല ദുആ ഇറക്കാം, ഞാൻ ആർക്ക് വേണ്ടി ദുആ ഇറക്കും? ഖലീഫയ്ക്ക് വേണ്ടി നോക്കുമെന്ന് ആര് പറഞ്ഞു? സയ്യിദുനാ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഫഹാദാ ഹുവ ശഅനുൽ മുഅ്മിനിൽ കാമിലുദ്ദീൻ. ഹസൻ അൽ ബസ്രി പറഞ്ഞ ഇതാണ് ഈമാൻ പൂർത്തിയായ മുഅ്മിൻ ചെയ്യേണ്ടത്. എന്ന് ബാക്കി പിന്നെ വായിക്കാം, വിശാലമായ ചർച്ച പറഞ്ഞില്ലേ. എനിക്ക് അല്ലാഹു ഉത്തരം കിട്ടിത്തരുന്ന ഒരു പ്രാർത്ഥന തന്നാൽ ലജഅൽതുഹാ, ഞാനത് മുഅ്മിനീങ്ങളെ ഖലീഫക്കാണ് ചെയ്യുക. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ഫഇന്ന ഖൈറഹു യർജിഉ ഇലാ കാഫത്തിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. അദ്ദേഹത്തിന് ഖൈറുണ്ടായാൽ എല്ലാവർക്കും അനുഭവിക്കാലോ, എല്ലാ ജാതിക്കും അനുഭവിക്കാലോ. എനിക്കുണ്ടായ എനിക്കൊറ്റക്കല്ലേ, ഞാൻ ഖലീഫല്ലല്ലോ. ആരാ പറഞ്ഞത്? സയ്യിദു താബിഈൻ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു. സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭരണാധികാരിയാവാൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. അദ്ദേഹം ഭരണാധികാരിയാവാൻ സാധ്യതയില്ല. അബ്ദുൽ മജീദ് രാജാവ് 1861 മരിച്ചു. അപ്പോൾ അബ്ദുൽ അസീസ് രാജാവായി. 1861 വരെ രാജാവാണ് ആര്? ഖലീഫയാണ് ആര്? അബ്ദുൽ മജീദ്. അബ്ദുൽ മജീദ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അനുജൻ അബ്ദുൽ അസീസ് രാജാവായി. അതായത് അബ്ദുൽ ഹമീദ് രാജാവിന്റെ എളാപ്പ രാജാവായി, പിതൃവ്യൻ രാജാവായി. പക്ഷേ 1876 അദ്ദേഹം കൊട്ടാരത്തിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കണതാ പിന്നെ കാണുന്നത്. ബ്രിട്ടീഷുകാർ കൊന്നു എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ വായിക്കണില്ല, പിന്നെ വായിക്കും. ഓറിയന്റലിസ്റ്റുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. ആര് കൊന്നതാണ്? ബ്രിട്ടീഷ് ചാരന്മാരാണ് കൊന്നത്. എവിടെ കൊന്നത്? കൊട്ടാരത്ത് കൊന്നു. പക്ഷേ പെട്ടെന്ന് ബുദ്ധിമാന്മാരായ പ്രധാനമന്ത്രിയും സൈന്യാധിപന്മാരും അത് രഹസ്യാക്കി. എന്തുകൊണ്ട്? കൊട്ടാരത്തിൽ തന്നെ സുരക്ഷിതത്വല്ല എന്ന് വന്നാൽ നാട്ടിലെ അവസ്ഥ എന്തായി മാറും? ഏറ്റവും സുരക്ഷിതത്വം ഉണ്ടാവേണ്ടതല്ലേ എവിടെ? കൊട്ടാരത്ത് തന്നെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നാട്ടുകാരുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഒരു നോർമൽ ഡെത്താക്കി മാറ്റി മറവ് ചെയ്തു. എന്തുകൊണ്ട്? ആഭ്യന്തര പ്രശ്നം ആലോചിച്ചത്. എന്നാൽ കൊലപാതകമാണ്. അബ്ദുൽ അസീസ് രാജാവിനെ ആരുടെ അനുജൻ? അബ്ദുൽ മജീദ് എന്നവരുടെ അനുജൻ, മെഹമൂദ് താനിയുടെ മകൻ. അങ്ങനെ 1876 ഭരണാധികാരിയായി ആര്? ഇദ്ദേഹത്തിന് ജ്യേഷ്ഠൻ മുറാദ് അഞ്ചാമൻ. ആരുടെ മകൻ? അബ്ദുൽ മജീദ് എന്നവരുടെ മകൻ.
മഹ്മൂദ് രണ്ടാമന് ശേഷം അബ്ദുൽ മജീദ് മകൻ, അബ്ദുൽ മജീദിന് ശേഷം അബ്ദുൽ അസീസ് അനുജൻ. അബ്ദുൽ അസീസ് എന്നവര് 1876 വഫാത്തായപ്പോൾ പിന്നെ ഇവരാണ് അബ്ദുൽ മജീദിന്റെ മക്കളാണ്. അതിൽ മൂത്ത മകനാണ് മുറാദ് അഞ്ചാമൻ. മുറാദ് അഞ്ചാമൻ ഭരണാധികാരിയായി. പക്ഷെ അദ്ദേഹം ഭരണാധികാരിയായതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഭ്രാന്തിളകി. പ്രധാനപ്പെട്ട അഭിപ്രായം കൂടോത്രം. ലോക ചരിത്രത്തിലെ കൂടോത്രത്തിന്റെ ശേഖന്മാരാണ് ആര്? ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരും. ഒരു പണി എന്നതാണ് കൂടോത്രം പഠിക്കുക. സിറില്ല എന്നുള്ളത് നിങ്ങൾ യോഗം കൂടി കാര്യമില്ല. നിങ്ങൾ ആവശ്യത്തിനുള്ള സീറൊക്കെ നിങ്ങൾ നടത്തി തരുന്നുണ്ട്. ഈ കൊല്ലന്റെ അടുത്ത് വന്നിട്ടുണ്ട് സീർ ബാത്തിലാക്കാനുള്ള ഒരു വഴിയോ. കടുത്ത വഹാബി ഈ കൊല്ലന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഉന്നതനായ വഹാബി ഇക്കൊല്ലം വന്നിട്ടുണ്ട്. ഇവിടെ തലതൊട്ടപ്പന്മാരായ അറബ് രാജ്യങ്ങളിൽ ലൈസൻസോട് കൂടിയാണ്, ഔക്കാഫിന്റെ ലൈസൻസോട് കൂടിയാണ് ചൂരലും കൊണ്ടിരിക്കുന്നത്. സീർ ബാത്തിലാക്കാൻ ഇളക്കാനും തല്ലാനും. ഞാൻ സലഫി നേതാക്കന്മാർ ശൈത്താൻ ഇളക്കണ പോയി കണ്ടിട്ടുണ്ട്. യാസീനോടും മുബീൻ പറയുന്നല്ലോ. സൗദി ഔക്കാഫിന്റെ ലൈസൻസോട് കൂടി ശൈത്താൻ ഇളക്കണവരുണ്ട് മുത്തവന്മാര്. എന്താ ശൈത്താൻ ഇളക്കുക? യാസീനോട് തല്ല. ഇവിടെ തന്നെയാണ്, അവിടെ തന്നെയാണ്. സീർ ബാത്തിലാക്കുന്ന വിഷയത്തിൽ ഇവരുടെ തലതൊട്ടപ്പനായ ഗ്രാൻഡ് മുഫ്തിയായ ഇബ്നു ബാസിന് കിതാബും രേഖകളും പ്രമാണങ്ങളും നിസ്സാരകളുണ്ട് സീർ ബാത്തിലാക്കുന്ന മരുന്നുകളിൽ. എന്നിട്ട് ഇവര് യോഗം കൂടി പറയാ എന്റെ സീറില്ല. അയാൾ ആകെ ഭരിച്ച 93 ദിവസം. ആര്? മുറാദ് അഞ്ചാമൻ 93 ദിവസം. അപ്പോഴത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടി പ്രധാനമന്ത്രിയും സൈന്യാധിപൻ എല്ലാവരും കൂടിയിട്ട് വേഗം മാറ്റണം. കാരണം ആൾ ഭരണാധികാരി ഭ്രാന്താന്ന് പറഞ്ഞ വിഷയം എന്താ? അദ്ദേഹത്തെ കൊണ്ട് മാറ്റി ആ സ്ഥാനത്തേക്ക് ഒരിക്കലും ഭരണാധികാരിയാവുമെന്ന് പ്രതീക്ഷയില്ല. ആര്? അബ്ദുൽ ഹമീദ് രണ്ടാമന്. അബ്ദുൽ ഹമീദ് രണ്ടാമനെ ഇവരെല്ലാം ഉപയോഗപ്പെടുത്തും. അദ്ദേഹം നല്ലോണം ഇംഗ്ലീഷ് അറിയും, ഫ്രഞ്ച് അറിയും, സ്പാനിഷ് അറിയും, ലോകത്തെ അനവധി ഭാഷകൾ അറിയും. ആർക്ക്? അബ്ദുൽ ഹമീദ് രണ്ടാമന്. യൂറോപ്പിൽ പഠിച്ചാണ്. എന്നാൽ യൂറോപ്പിലെ പല രാജ്യങ്ങൾ ഇവരുടെ കയ്യിലുമാണ്. പിതാവിൻ്റെതായാലും എളാപ്പാൻ്റെതായാലും യൂറോപ്പിലെ യോഗങ്ങളിലും മറ്റൊക്കെ പങ്കെടുക്കാറുള്ളത് അബ്ദുൽ ഹമീദാണ് അക്കാലത്ത് തന്നെ. അദ്ദേഹം ഒന്ന് തന്ത്രജ്ഞനാണ്, നല്ല ബോർഡുണ്ട്, നല്ല വിവരമുണ്ട്, വലിയ വിജ്ഞാനാണ്, പോലെ വിവരമുണ്ട്. അങ്ങനെ 1876 മെയ് 30 അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഭരണാധികാരിയായി. 1876 മെയ് 30 1909 പുറത്താക്കുന്നത് വരെയും അദ്ദേഹം ഭരണാധികാരിയായി. അപ്പൊ പ്രതീക്ഷയില്ലാത്തവര് ആളാണ് അങ്ങനെ ഭരണാധികാരിയായി. എന്ത് 34ാമത്തെ ആള്? ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ 34ാമത്തെ ഭരണാധികാരിയായിട്ട് 1876 മെയ് 30 ഭരണാധികാരിയായി ആര്? ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമൻ. 1842 അവർ ജനിച്ചത്. 1876 ഭരണാധികാരിയാവുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏകദേശം 34ാമത്തെ വയസ്സിൽ, 42 ജനിക്കുന്നു, 76 ഭരണാധികാരിയായി, 32ാമത്തെ വയസ്സിൽ ഭരണാധികാരിയായി. അപ്പോൾ അദ്ദേഹം ഭരണാധികാരിയായി. അദ്ദേഹം 42 സെപ്റ്റംബർ 21 സുൽത്താൻ അബ്ദുൽ മജീദിന്റെയും തിരുമുദ് ഖാദിൻ എന്ന മഹദിയുടെയും മോനായിട്ടാണ് ജനിച്ചത്. 10ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഉമ്മ മരിച്ചിട്ട് ബാപ്പ കല്യാണം കഴിച്ചൊരു മഹദിയുണ്ട്. അവരുടെ പേര് പ്രസ്തുൻ ഖാദിൻ എന്നാണ്. ഈ മഹദിക്ക് കുട്ടികളില്ല. അതുകൊണ്ട് മുഹമ്മദുൽ ഫാത്തിഹിനെ മാരാ ബ്രാങ്കോവിച്ച് പോറ്റിയത് പോലെയാണ് ആരെ ഇച്ച് പോറ്റിയത്. 10ാമത്തെ വയസ്സിൽ ഇവരുടെ കയ്യിലാണ്. കുട്ടികളില്ല, കുട്ടിയെ മോനാക്കി വളർത്തുക. അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഭരണാധികാരിയായതോടുകൂടെ വലീദെ സുൽത്താൻ എന്ന സ്ഥാനത്തോടുകൂടെ ഈ മഹദിയെ കൊട്ടാരത്തിൽ ആദരിച്ചു. സുൽത്താന്റെ ഉമ്മ വലീദെ സുൽത്താൻ എന്ന സ്ഥാനം. അദ്ദേഹം തുർക്കി ഭാഷ എന്റെ സാഹിത്യത്തോടുകൂടെ പഠിച്ചത് ഷെയ്ഖ് ഉമർ അഫൻഡിയിൽ നിന്നാണ്. പേർഷ്യൻ ഭാഷ പഠിച്ചത് അലി മഹവിയിൽ നിന്നാണ്, അഫൻഡിയിൽ നിന്നാണ്. അറബി ഭാഷയും ശരിയാത്ത നിയമങ്ങളും പൂർണ്ണമായി പഠിച്ചത് ഷെയ്ഖ് ഫരീദ് അഫൻഡി, ഷെയ്ഖ് ഷെരീഫ് അഫൻഡി എന്നിവരിൽ അക്കാലത്തെ വലിയ ആലിമീങ്ങൾ അവരിൽ നിന്നാണ്. ചരിത്രം പഠിച്ചത് ലുത്ഫി അഫൻഡിയിൽ നിന്നാണ്. ഫ്രഞ്ച് പഠിച്ചത് മോൺസിയർ ഗാർഡിറ്റിൽ എന്ന ഫ്രഞ്ചുകാരിൽ നിന്നാണ്. അതിന് പുറമെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയും, ഒരുപാട് കേംബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ട്, വലിയ യൂറോപ്പിൽ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരുപാട് ഏരിയകളിൽ പഠിച്ചിട്ടുണ്ട്, വലിയ വിജ്ഞാനിയാണ്. അതിന് പുറമെ അദ്ദേഹത്തിന് മരപ്പണി കൃത്യമായി അറിയും, കാർപ്പൻ്ററാണ്. പിതാവിന്റെ മരണശേഷം ഖലീഫയായ എളാപ്പാട് കാലഘട്ടത്തിലെ എല്ലാ വിദേശ സന്ദർശനങ്ങളിലും തന്ത്രമാത്ര പ്രസക്തമായ കാര്യങ്ങളൊക്കെ അബ്ദുൽ ഹമീദ് കൈകാര്യം ചെയ്യുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു പരിചയമുണ്ട്. അങ്ങനെ 1876 അദ്ദേഹം ഭരണാധികാരിയായപ്പോൾ അബ്ദുൽ ഹമീദ് രണ്ടാമന് അബ്ദുൽ മജീദ് 1823 മുതൽ 1861 വരെയാണ്. അദ്ദേഹം വളരെ ശക്തനായ ഭരണാധികാരിയാണ്. രാജ്യത്തെ നവീകരിച്ചു. അദ്ദേഹം ഖലീഫയായിരിക്കവേ 1853 യൂറോപ്പിൽ നേരിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ക്രീമിയയിൽ, യൂറോപ്പിലെ അയർലൻഡിൽ കടുത്ത വരൾച്ചയുണ്ടായപ്പോൾ 10,000 പൗണ്ടും ഭക്ഷ്യവസ്തുക്കൾ നേരിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ യൂറോപ്പ് വന്ന് ലോകം അറിയപ്പെട്ട മഹാനാണ് അദ്ദേഹം. പക്ഷേ 38ാമത്തെ വയസ്സിൽ അദ്ദേഹം അർബുദ രോഗം ബാധിച്ച്, ശ്വാസകോശ അർബുദ രോഗം ബാധിച്ച് മരിച്ചു. അബ്ദുൽ മജീദ് അവരുടെ മകനാണ്.
അബ്ദുൽ അസീസ് എന്നവരുടെ കാലഘട്ടത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന് മോണ്ടിനേഗോ, സെർബിയ, ഗ്രീസ് എന്നിവിടങ്ങളിൽ വലിയ കലാപം ഉണ്ടായിട്ടുണ്ട്. അതായത് അബ്ദുൽ മജീദിന്റെ അനുജനായ അബ്ദുൽ അസീസ് എന്നവരുടെ ഭരണകാലത്ത് വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വളരെ വലിയ ബുദ്ധിമുട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് 1876 കോൺസ്റ്റാന്റിനോപ്പിളിലെ കൊട്ടാരത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. ബ്രിട്ടീഷ് ചരിത്രകാരനായ നെപ്പിക് ബാസിൽ പറയുന്ന അഭിപ്രായ പ്രകാരം ബ്രിട്ടീഷ് ചാരന്മാർ തന്നെ കൊലപ്പെടുത്തിയെന്നാണ്. വേറെ അഭിപ്രായപ്പെട്ടവരുണ്ട്, ഞാൻ പിന്നീട് ആവശ്യമെന്ന വായിക്കാം. അങ്ങനെ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഭരണാധികാരി, മുറാദ് അഞ്ചാമിന് ശേഷം 1876 മെയ് 30 ഇവിടെയാണ് ഇനി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്ത്? ഇദ്ദേഹം ഭരണാധികാരിയാവുന്നതോട് കൂടെ തന്നെ യൂറോപ്പ് ഒന്നായിട്ട് യുദ്ധത്തിന് വന്നു. എന്തുകൊണ്ട്? അബ്ദുൽ അസീസിനെ ഇവർ കൊന്നു, മുറാദ് അഞ്ചാമനെ ബ്രാൻഡാക്കി. സ്വാഭാവികമായി ഇനി ശക്തനായ ഭരണാധികാരി അവർ പ്രതീക്ഷിക്കണില്ല. ഇനി ഇതെങ്ങനെ ചീന്തി ഒഴിവാക്കാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് ശക്തനായ ഒരാളാണ് കയറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് വളഞ്ഞു. ഏറ്റവും പ്രതിസന്ധിയുടെ കാലാണ് 1876 കഴിഞ്ഞ ഉടനെ റഷ്യക്കാരൊരു ഭാഗത്ത്, യൂറോപ്പിൽ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് വളഞ്ഞു അദ്ദേഹത്തെ. യൂറോപ്പ് മുഴുവനും ഖിലാഫത്തിനെതിരായ കാലഘട്ടം. അന്ന് അവർ ഖിലാഫത്തിന് ഒരു പേരിട്ടു, സിക്മാൻ ഓഫ് യൂറോപ്പ്, യൂറോപ്പിന്റെ രോഗി. അതായത് തീരാൻ പോണ ആൾക്കാണ് സിക്മാൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പറഞ്ഞ സിക്ക് എന്ന് പറഞ്ഞ രോഗം, സിക്മാൻ ഓഫ് യൂറോപ്പ്, യൂറോപ്പിന്റെ സിക്ക്. സഖ്മ് എന്ന വാക്ക് അറബി വാക്ക, അതിൽ നിന്നാണ് ഈ ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. സിക്മാൻ ഓഫ് യൂറോപ്പ്, യൂറോപ്പിന്റെ രോഗി എന്ന് പേരിട്ടു. ആർക്ക്? ഉസ്മാനിയ ഖിലാഫത്തിന്. കാരണം തീരാനായിട്ടുണ്ട് എന്ന്. ആ സമയത്താണ് കരുത്ത ഒരാളുകളുടെ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ബൾഗേറിയയിലും സെർബിയയിലും മോണ്ടിനെഗോയിലും ജനങ്ങൾ ഖിലാഫത്തിനെതിരെ വിപ്ലവം നടത്തി. റഷ്യയിലെ സർ ചക്രവർത്തിമാരായിരുന്നു ഇതിന്റെ പിന്നിൽ. കാരണം ഇത് തകർന്നാൽ ഏറ്റവും ലാഭം ഒന്ന് ബ്രിട്ടീഷുകാർക്കൊന്ന് റഷ്യക്കുമാണ്. അവിടെ ആഭ്യന്തര വഴക്കുകൾ അഴിച്ചുവിട്ടു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ആ പ്രശ്നങ്ങളെയെല്ലാം അടിച്ചമർത്തി. 1876 മുതൽ 1878 വരെ ബാൽക്കൻ മേഖലയിൽ, കിഴക്കൻ യൂറോപ്പ് പൂർണ്ണമായി അവരുടെ കയ്യിലാണ്. വന്ന യുദ്ധങ്ങളൊന്ന് പറയാം. ഒന്ന് റഷ്യ യുദ്ധം ചെയ്തു, 2 ഫിൻലൻഡ് യുദ്ധം ചെയ്തു. ഫിൻലൻഡ് ഒന്നും ഒരു വയ്യാത്ത രാജ്യം, എന്നാലും യുദ്ധം ചെയ്യാൻ എന്തുകൊണ്ട് കിട്ടുന്നതായിക്കോട്ടെ. ഫിൻലൻഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ അങ്ങേ ഭാഗത്തൊരു ധ്രുവം പ്രദേശമാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന 6 മാസം സൂര്യനെ കാണാത്ത നാടാണ് ഫിൻലൻഡ്. സോന ബാത്ത് എന്ന് പറഞ്ഞ ലോക ചരിത്രത്തിൽ ആദ്യമായി തുടങ്ങുന്ന ഫിൻലൻഡിൽ നിന്നാണ്. ഒരു റൂമിൽ പച്ചിലകളിട്ട് കത്തിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ? ആളെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഇറക്കി നിർത്തി ഇത് എന്ത് ചെയ്യുക? വിയർപ്പിക്കുക. അങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പൊ നമ്മളെ നാട്ടിലുണ്ട്. ഇത് ഫിൻലൻഡിനാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട്? ധ്രുവപ്രദേശമാണ്. എന്നിട്ട് ആ ചൂടിൽ അവർ പച്ചവെള്ളത്തിൽ ഒന്ന് മുങ്ങും, അല്ലാതെ മുങ്ങൂല. അതിനോട് പച്ചവെള്ളത്തിൽ മുങ്ങി മരവിച്ചു. അതാണ് ഫിൻലൻഡിന്റെ അവസ്ഥ. അവര് വരെ ചെറിയൊരു നാടാ ഫിൻലൻഡ്. അതേപോലെ റുമേനിയ ഇവരോട് യുദ്ധത്തിന് വന്നു. ഈ ഒരു കാലത്ത് അബ്ദുൽ ഹമീദ് അധികാരത്തിൽ കയറിയ ഉടനെ ബൾഗേറിയ യുദ്ധത്തിന് വന്നു. മോണ്ടിനെഗ്രോ, സെർബിയ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി എല്ലാവരും ഒറ്റയടിക്ക് 20ലേറെ യൂറോപ്യൻ യുദ്ധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആര്? തുടക്കകാലത്ത് തന്നെ അബ്ദുൽ ഹമീദ് രണ്ടാമന്. ഈ യുദ്ധങ്ങളിൽ വലിയ നഷ്ടം തുർക്കി ഖിലാഫത്തിന് ഉണ്ടായി. 1,20,000 ആളുകൾ ഷഹീദായിട്ടുണ്ട് ഈ കാലത്ത് യൂറോപ്പിന്റെ യുദ്ധങ്ങളിൽ. പക്ഷേ യൂറോപ്പിലേക്ക് ഒരു കാര്യം മനസ്സിലായി, അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ ഇദ്ദേഹത്തെ കഴിയൂല എന്ന് മനസ്സിലായി. ദി ഗ്രേറ്റ് ഈസ്റ്റേൺ ക്രൈസിസ് എന്ന പേരിലാണ് ഈ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത്. ദി ഗ്രേറ്റ് യൂറോപ്യൻ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെടാൻ മാത്രം, ദി ഗ്രേറ്റ് യൂറോപ്യൻ ക്രൈസിസ് എന്ന ഈ യുദ്ധങ്ങൾക്ക് അറിയപ്പെടണമെങ്കിൽ ആ യുദ്ധങ്ങൾ അത്ര ശക്തമായിരിക്കുമല്ലോ. 1,20,000 തുർക്കി പട്ടാളക്കാർ ഉണ്ട്. വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികളും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. പക്ഷേ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ഒരു കാര്യം പഠിച്ചു. സൈന്യം ദുർബലമാകുന്നത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം പഠിച്ചു. ഞാൻ പിന്നെ ഭാഗത്തേക്ക് വരാം. അങ്ങനെ അദ്ദേഹം സൈനിക ക്യാമ്പുകൾ തുടങ്ങി. വലിയ വലിയ പഠന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സൈന്യത്തെ സജ്ജീകരിച്ചു. പിൽക്കാലഘട്ടത്തിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ എന്നല്ല ലോകത്തെ അതിപ്രധാനപ്പെട്ട സൈനിക ശക്തി, യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ കാലത്ത് 3 കോടി പട്ടാളക്കാരാണ് അദ്ദേഹത്തിന്. ഈ യുദ്ധം കഴിയുമ്പോൾ അദ്ദേഹം പട്ടാളത്തെ വിപുലീകരിച്ചു. അവർക്ക് സൈനിക സ്കൂളുകൾ തുടങ്ങി. 3 കോടിയാണ്, 3 കോടി. ഇനിയിപ്പോ 1-ാം ലോക മഹായുദ്ധത്തെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ സൈന്യത്തെ പിന്നെ തോൽപ്പിക്കാൻ കഴിയൂല. അപ്പോൾ എന്തായി? തുർക്കിയില് അവിടുത്തെ വഹാബി മോഡേണിസ്റ്റുകളായ അത്താതുർക്കിനെ പോലത്തെ വഹാബി എന്ന് പറയാം, വഹാബിന്റെ വേറെ വെർഷനാണ്. ഉള്ളിൽ കൂടെ ആഭ്യന്തര യുദ്ധം ജയിപ്പിച്ചു. അപ്പോൾ ഖലീഫക്ക് നിക്കക്കളില്ലാതെയായി. സ്വന്തം നാട്ടുകാർ കൊട്ടാരത്തിന് മുന്നിൽ ഗോബയ്ക്ക് വിളിക്കാൻ എല്ലാ ദിവസവും. ഓഫീസിന് മുഴുവൻ സമരം. ആരുടെ? അത്താതുർക്കിന്റെ. അത്താതുർക്കിന് പൈസയും സൗകര്യം ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആര്? ബ്രിട്ടനും റഷ്യയൊക്കെ.
അങ്ങനെ ഗത്യന്തരല്ലാതെ പുറത്താക്കി 909. എന്നിട്ടാണ് എന്തുണ്ടാക്കിയത് ഒന്നാം ലോകമായിട്ടും. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒന്നാം ലോകമായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. കാരണം 3 കോടി പട്ടാളക്കാർ ആർക്കുണ്ട്? അബ്ദുൽ ഹമീദ് രണ്ടാമന്. തുടക്കത്തിന് 20 യുദ്ധങ്ങളിൽ വളഞ്ഞു. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കി നിലനിൽക്കണമെങ്കിൽ സൈന്യത്തെ സജ്ജീകരിക്കണം. സൈനിക സ്കൂളുകൾ തുടങ്ങി. പിന്നെ അദ്ദേഹം ധീരനായ ഒരു ഇമാമായ ഒരു ഖലീഫയായ എണീറ്റ് ലോക രാജ്യങ്ങളിൽ മുഴുവനും അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. എല്ലാ രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിന് വക കത്തിടപാടുകൾ